2024 ലോക്സഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന, എന്നാൽ രാജ്യത്തെ വൻകിട ഗോഡി മീഡിയകൾ ബോധപൂർവം മുക്കിയ ഒരു നിർണായക വിഷയമുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ ജനവിധി നേടി ജയിച്ചതാണോ, അതോ പരാജയത്തിന്റെ അരികിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ അട്ടിമറിയിലൂടെ ജയിപ്പിച്ചെടുത്തതാണോ? കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഇത് വെറുമൊരു രാഷ്ട്രീയ ആരോപണമായി തോന്നാം. പക്ഷേ അന്ന് വാരണാസി മണ്ഡലത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ വോട്ടിംഗ് കണക്കുകളും സമയവും കൃത്യമായ ട്രെൻഡുകളും പരിശോധിച്ചാൽ ജനാധിപത്യത്തെ സ്തംഭിപ്പിച്ച വലിയൊരു കള്ളക്കളിയുടെ കഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. വോട്ടിംഗ് ദിവസം നമുക്കറിയാം, രാവിലെ മുതൽ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിലും മാധ്യമങ്ങളിലും കൃത്യമായ ട്രെൻഡുകൾ വരുന്നുണ്ടായിരുന്നു. വാരണാസിയിൽ വോട്ടെണ്ണൽ തുടങ്ങിയ ആദ്യത്തെ 1, 2, 3 എന്നല്ല, തുടർച്ചയായി 7 റൗണ്ടുകളിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് സ്ഥാനാർത്ഥി അജയ് റായ്ക്ക് പിന്നിലായിരുന്നു. മോദി തോൽവിയിലേക്ക് നീങ്ങുന്നു എന്ന വാർത്ത പരന്നതോടെ BJP ക്യാമ്പുകളും മാധ്യമങ്ങളും ഒന്നടങ്കം ഞെട്ടി. കാരണം ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രി ഇത്തരത്തിൽ പിന്നിൽ പോയിട്ടില്ല. എന്നാൽ കൃത്യം ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ എന്താണ് സംഭവിച്ചത്? വാരണാസിയിലെ ഫലങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് നിശ്ചലമായി. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക സൈറ്റ് അടക്കം പൂർണ്ണമായി ബ്ലോക്ക് ചെയ്യപ്പെട്ടു. വിവരങ്ങളൊന്നും പുറത്തുവിടാതെ മണിക്കൂറുകളോളം ഈ സൈറ്റുകൾ പ്രവർത്തനരഹിതമാക്കി വെച്ചു. പിന്നീട് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഈ സൈറ്റ് വീണ്ടും ഓപ്പൺ ചെയ്തപ്പോൾ രാജ്യം കണ്ടത് എന്താണ്? നരേന്ദ്രമോദി 1,50,000-ൽ പരം വോട്ടുകൾക്ക് പെട്ടെന്ന് വിജയിച്ചു കയറിയെന്ന പ്രഖ്യാപനമാണ്. യഥാർത്ഥത്തിൽ ജനവിധി മോദിക്ക് എതിരായിരുന്നു എന്നാണ് അവിടുത്തെ ആദ്യ ട്രെൻഡുകൾ വ്യക്തമാക്കിയത്. എന്നാൽ ആ ജനവിധിയെ അട്ടിമറിക്കാൻ വേണ്ടി കൃത്യമായ ഒരു സമയത്ത് ഡാറ്റകൾ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും പിന്നീട് മാനിപ്പുലേറ്റ് ചെയ്ത കണക്കുകൾ പുറത്തുവിടുകയുമാണ് ഉണ്ടായത്. നിങ്ങൾ ആ വോട്ടിംഗ് ശതമാനം എടുത്തു നോക്കൂ. കഴിഞ്ഞ തവണത്തേക്കാൾ കോൺഗ്രസിന്റെ അജയ് റായിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ 26% വൻ വർധനവാണ് ഉണ്ടായത്. എന്നാൽ നരേന്ദ്രമോദിയുടെ വോട്ടിൽ 9% ഇടിവും രേഖപ്പെടുത്തി. ഔദ്യോഗിക കണക്ക് പ്രകാരം നരേന്ദ്രമോദിക്ക് 6,12,970 വോട്ടുകളും അജയ് റായിക്ക് 4,60,457 വോട്ടുകളുമാണ് ലഭിച്ചത്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതിന്റെ നേരെ തിരിച്ചാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് അജയ് റായ്ക്ക് ലഭിച്ച വലിയ ഭൂരിപക്ഷത്തെ പ്ലേറ്റ് മാറ്റിമറിക്കുന്നത് പോലെ മോദിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റ് ആ നിർണായക മണിക്കൂറുകളിൽ ബ്ലോക്ക് ചെയ്തത്. ഇനി നമ്മൾ സാധാരണക്കാർ ചിന്തിക്കും, ഇത്രയും വലിയ അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് പ്രതിപക്ഷം ഇത് കോടതിയിൽ തെളിയിക്കുന്നില്ല എന്ന്. അവിടെയാണ് ഇലക്ഷൻ കമ്മീഷനും ഭരണകൂടവും തമ്മിലുള്ള അവിഹിത ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിലുള്ള ഈ വോട്ടിംഗ് ഡാറ്റകൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ കൃത്യമായി നശിപ്പിക്കപ്പെടുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും നിയമപരമായി ഒരു കോടതിയിലും തെളിയിക്കുക എന്നത് അസാധ്യമായി മാറുന്നു. തെളിവുകളെല്ലാം വിത്തിൻ ഡേയ്സ് ഇല്ലാതാക്കപ്പെടും. ഇതിന് മറ്റൊരു വ്യക്തമായ ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അവിടെ ഉപയോഗിച്ച 4000-ലധികം വോട്ടിംഗ് മെഷീനുകളാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കത്തി നശിച്ചത്. അവിടെ എങ്ങനെയാണ് BJPക്ക് ഇത്രയും വലിയ സ്വാധീനം ഉണ്ടായത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്തരത്തിൽ കൃത്യമായ തെളിവുകൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് അട്ടിമറികളും ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയൊക്കെ അട്ടിമറി നടത്തിയാണ് നരേന്ദ്രമോദി നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3ാം തവണയും അധികാരത്തിലെത്തി എന്ന് അവകാശപ്പെടുന്നത്. എങ്കിലും അവർക്ക് പാർലമെന്റിൽ വലിയൊരു പ്രതിസന്ധിയുണ്ട്. രാജ്യം ഭരിക്കാനുള്ള കേവല ഭൂരിപക്ഷം NDA മുന്നണിക്ക് ഒപ്പിച്ചെടുക്കാൻ കഴിഞ്ഞെങ്കിലും ഭരണഘടന ഭേദഗതി ചെയ്യാനോ പ്രധാനപ്പെട്ട ബില്ലുകൾ പാസാക്കാനോ ആവശ്യമായ 2/3 ഭൂരിപക്ഷം അവർക്കില്ല. ഡീലിമിറ്റേഷൻ ബില്ല് അല്ലെങ്കിൽ മണ്ഡല പുനർനിർണയ ബില്ല് കൊണ്ടുവന്നപ്പോൾ അത് പാസാക്കാൻ കഴിയാതെ തകർന്നടിഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ്.
ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ ചാക്കിട്ട് പിടിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ സജീവമായിരിക്കുന്നത്. ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എംപിമാർ, മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെയും ശരത് പവാർ വിഭാഗത്തിലെയും NCP എംപിമാർ, പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി പാർട്ടി എംപിമാർ എന്നിവരെയൊക്കെ BJP പാളയത്തിലെത്തിക്കാൻ വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ ശരത് പവാർ വിഭാഗത്തിലെ ചില എംപിമാർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഇതിന്റെ വ്യക്തമായ സൂചനയാണ്. തൃണമൂലിന്റെ 21ഓളം എംപിമാർ പാർലമെന്റിൽ വിമതരായിരിക്കാൻ തീരുമാനിച്ച മട്ടിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവരൊന്നും പെട്ടെന്ന് പാർട്ടി മാറിയില്ലെങ്കിലും പാർലമെന്റിൽ നിർണായക ബില്ലുകൾ വരുമ്പോൾ BJPയെ സഹായിക്കുന്ന നിലപാടിലേക്ക് മാറും. ഇത്തരത്തിൽ എംപിമാരെ വിലക്കെടുക്കാൻ എവിടെ നിന്നാണ് ഇത്രയും കോടിക്കണക്കിന് രൂപ വരുന്നത്? രാജ്യത്തിന്റെ പ്രമുഖ ക്ഷേത്രങ്ങളുടെ ഫണ്ടുകളിൽ നടന്ന കൊള്ളകളും വിദേശത്ത് നിന്ന് RSS അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ഹവാല പണവും ഒക്കെയാണ് ഈ കുതിര കച്ചവടത്തിന് ഉപയോഗിക്കുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപങ്ങൾ. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണത്തിലെ കൊള്ളകൾ ഇപ്പോൾ ലോകത്തിന് മുന്നിൽ പുറത്തു വന്നു കഴിഞ്ഞു. അതിനു പിന്നാലെ മധുരയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രം, കേദാർനാഥ് ക്ഷേത്രം, മധ്യപ്രദേശിലെയും കാശ്മീരിലെയും പ്രമുഖ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം നടന്ന വൻ സാമ്പത്തിക ക്രമക്കേടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ പണമാണ് ഇവിടെ രാഷ്ട്രീയ അട്ടിമറികൾക്ക് ഉപയോഗിക്കുന്നത്. ഈ ഫണ്ട് സ്രോതസ്സുകൾ എന്നെങ്കിലും പൂട്ടിയാൽ വരും കാലങ്ങളിൽ ഇലക്ഷൻ അട്ടിമറിക്കാൻ പണം തികയാതെ വരുമെന്ന് BJPക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള കാലം ഇലക്ഷൻ ഭയം പൂർണ്ണമായും ഒഴിവാക്കാൻ വേണ്ടി വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന ബില്ല് ഈ പാർലമെന്റ് സമ്മേളനത്തിൽ തന്നെ പാസ്സാക്കിയെടുക്കാൻ അവർ തിടുക്കം കൂട്ടുന്നത്. എംപിമാരെ ചാക്കിട്ട് പിടിച്ച് 3/2 ഭൂരിപക്ഷം ഒപ്പിച്ചു കഴിഞ്ഞാൽ ഈ ബില്ല് അവർ നിയമമാക്കും. അതോടെ കാലാകാലങ്ങളിൽ ജനങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഭീതി അവർക്ക് ഒഴിവാക്കാം. ഒരൊറ്റ തവണ അട്ടിമറി നടത്തിയാൽ പിന്നെ 5 വർഷത്തേക്ക് ഭരണം സുരക്ഷിതമാക്കാം എന്ന തന്ത്രമാണ് ഇതിന് പിന്നിൽ. അപ്പോൾ നമ്മൾ ചുരുക്കി പരിശോധിച്ചാൽ 2024 നമ്മൾ കണ്ടത് ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിജയമല്ല. വാരണാസിയിൽ ആദ്യ 7 റൗണ്ടിൽ തോറ്റുനിന്ന പ്രധാനമന്ത്രിയെ ജയിപ്പിച്ച് കയറ്റിയ ഇലക്ഷൻ കമ്മീഷന്റെ അട്ടിമറി തന്ത്രമാണ്. രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ പ്രക്രിയയെയും പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനെതിരെ ജനങ്ങളും പ്രതിപക്ഷവും ശക്തമായി പ്രതികരിച്ചില്ലെങ്കിൽ വരും തലമുറയ്ക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ എന്താണ്? വാരണാസിയിലെ ഈ വോട്ടിംഗ് അട്ടിമറിയെ നിങ്ങൾ എങ്ങനെ കാണുന്നു? തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.